ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒന്നാമതായി എല്ലാ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന എല്ലാവരോടുമായി ഞങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല. വളരെ മാന്യമായി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്തവരുണ്ട്. പക്ഷേ ചില ആളുകളെങ്കിലും മതസ്പർദ്ധ വളർത്തുന്നു, മതസ്പർദ്ധയുണ്ടാക്കുന്നു, അതിനുവേണ്ടി പറയുന്നു എന്നൊക്കെ പറയുന്ന ആളുകളോട് ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അഡ്വക്കേറ്റ് അനൂപ് വി ആർ പറഞ്ഞ ഫേസ്ബുക്കിൽ എഴുതിയ ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞ വെല്ലുവിളി തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. ഇതാ ഈ വിഷയം ഒരാഴ്ചയായി കേരളീയ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ചാനലുകളിൽ പോയി ചർച്ച ചെയ്തവരുണ്ട്, പൊതുമധ്യത്തിൽ ചർച്ച ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട്. അവരിൽ ആരിലെങ്കിലും ഒരാളെങ്കിലും, ഏതെങ്കിലും ഒരാൾ, ഒരു വ്യക്തിയെങ്കിലും, ഒരു വരി എന്നാ പറഞ്ഞത്, ഞങ്ങൾ ഒന്നുകൂടി കടത്തി പറയുന്നു, അരവരിയെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഒരു മതസ്പർദ്ധ ഇവിടെ വളർത്തിയതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കും, പറയുന്ന പണിയെടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പരിഷ്കാരം വരുന്നു, സ്വാഭാവികമല്ലേ അതിനോടുള്ള വിയോജിപ്പുകൾ, ആ വിയോജിപ്പിനെ നിങ്ങൾ റിഗ്രസീവ് എന്ന് വിളിച്ചോളൂ, അപരിഷ്കൃതം എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ എവിടെയാണ് അതിൽ മതസ്പർദ്ധയുടെ എലമെന്റ്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഹിന്ദുവാകട്ടെ ക്രൈസ്തവനാകട്ടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒരു വാക്ക് കൊണ്ടെങ്കിലും മുറിവേൽപ്പിച്ചതായി തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും, ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട, ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും, ഈ വിസ്ഡത്തിൻ്റെ ആകട്ടെ, സമസ്തയുടേതാകട്ടെ, മുജാഹിദ് സംഘടനകളുടേതാകട്ടെ, ഇതിനോട് പ്രതികരിച്ച എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രവർത്തകരെയും നിങ്ങൾ എടുത്തോളൂ, അവരുടെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും നിങ്ങൾ എടുത്തോളൂ. എവിടെയെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇവിടെയുള്ള ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരെയോ വ്യംഗ്യമായെങ്കിലും വേദനിപ്പിച്ച ഒരു വരി കാണിച്ചു തരാൻ പറ്റുമോ? അതുപോലും വ്യംഗ്യമായി പോലും അതില്ലാത്ത ഒരവസ്ഥയിലാണ് നിരന്തരമായി ചാനലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതസ്പർദ്ധയുണ്ടാക്കുന്നു, വിഭാഗീയതയുണ്ടാക്കുന്നു, വർഗീയതയുണ്ടാക്കുന്നു. അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ കുറച്ചുകൂടിയൊക്കെ മാന്യമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.